الله أكبر. الله أكبر. الله أكبر. الله أكبر. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمدًا رسول الله. أشهد أن محمدًا رسول الله. حي على الصلاة. حي على الصلاة. حي على الفلاح. حي على الفلاح. الله أكبر. الله أكبر. لا إله إلا الله. السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك
نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ബനു നസീറുമായുള്ള യുദ്ധത്തെ സംബന്ധിച്ചാണ് പറഞ്ഞു വന്നിരുന്നത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്രകാരമാകുന്നു. ഇത് സംബന്ധമായി ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാബ് സീറത്ത് ഖത്മുൻ നബീൻ എന്ന ഗ്രന്ഥത്തിൽ എഴുതുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു നദീറിൻ്റെ കോട്ടകൾ ലക്ഷ്യമാക്കി പുറപ്പെട്ടപ്പോൾ മദീന നിവാസികൾക്ക് ഇമാമുസ്സലാത്തായി ഇബ്നു മക്തൂമിനെ നിശ്ചയിക്കുകയുണ്ടായി. അതുപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുടെ ഒരു സംഘവുമായി പുറപ്പെടുകയും ബനു നദീറിൻ്റെ പ്രദേശത്തെ ഉപരോധിക്കുകയും ചെയ്തു. ബനു നദീർ അന്നത്തെ യുദ്ധരീതി അനുസരിച്ച് കോട്ടയടിച്ച് സ്വയം ഉപരോധിതരായി ഇരിക്കുകയും ചെയ്തു. ഏറെക്കുറെ ഇതേ അവസരത്തിലാണ് അബ്ദുള്ള ബിൻ ഉബൈ ബിൻ സുലൂലും മദീനയിലെ മറ്റു മുനാഫിക്കീങ്ങളും ബനു നദീറിൻ്റെ മൂപ്പന്മാരോട് ഇപ്രകാരം സന്ദേശം അയച്ചത്: നിങ്ങൾ ഒരു കാരണവശാലും മുസ്ലിങ്ങളോട് സഹകരിക്കരുത്. നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ യുദ്ധം ചെയ്യുന്നതുമാണ്. എന്നാൽ യുദ്ധം യഥാർത്ഥ നിലയിൽ തുടങ്ങിയപ്പോൾ ബനു നദീറിൻ്റെ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്തായി. മുനാഫിക്കീങ്ങൾക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ രണാങ്കണത്തിൽ വരാൻ ധൈര്യമുണ്ടായില്ല. ബനു ഖുറൈളക്കും മുസ്ലിങ്ങൾക്കെതിരിൽ തുറന്ന നിലയിൽ ബനു നദീറിനെ സഹായിക്കാൻ ആർജവമുണ്ടായില്ല. അതേസമയം ഇക്കൂട്ടർ മാനസികമായി അവരോടൊപ്പം ആയിരുന്നു. രഹസ്യമായ നിലയിൽ അവരെ സഹായിക്കുകയും ചെയ്തിരുന്നു. അതേപ്പറ്റി മുസ്ലിങ്ങൾക്ക് അറിവ് ലഭിക്കുകയും ചെയ്തിരുന്നു. ഏതായിരുന്നാലും ബനു നദീർ മുസ്ലിങ്ങളുമായി തുറന്ന പോരിന് വരികയുണ്ടായില്ല. അവർ കോട്ടയടിച്ച് തന്നെ തുടർന്നു, സ്വയം ഉപരോധിതരായി തുടർന്നു. എന്നാൽ അവരുടെ കോട്ടകൾ അക്കാലത്ത് ഉള്ള വളരെ ശക്തമായ കോട്ടകളായിരുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് തങ്ങളെ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ലെന്നും അവസാനം അവർ സ്വയം അസ്വസ്ഥരായി ഉപരോധം ഉപേക്ഷിക്കുമെന്നുമാണ് കരുതിയിരുന്നത്. വാസ്തവത്തിൽ അക്കാലത്തെ അവസ്ഥകൾക്കനുസരിച്ച് അത്തരം കോട്ടകളെ കീഴടക്കുന്നത് തീർച്ചയായും വളരെ പ്രയാസഭരിതവും വളരെ ബുദ്ധിമുട്ടേറിയതുമായ കാര്യമായിരുന്നു. ഒരു നീണ്ട കാലത്തെ ഉപരോധം അതിനാവശ്യമായിരുന്നു താനും. ഏതായാലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തി ബനു നദീറിനോടുള്ള ഉപരോധം തുടർന്നു. ഈ ഉപരോധം 6 ദിവസമായിരുന്നു എന്നും ചില നിവേദനങ്ങൾ പ്രകാരം 15 ദിവസം വരെ നീണ്ടു നിന്നുവെന്നും വരുന്നു. 20 23 ദിവസങ്ങൾ എന്നുള്ള നിവേദനങ്ങൾ വന്നിട്ടുണ്ട്. ഉപരോധ വേളയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാനും മരങ്ങൾ മുറിക്കാനും തീയിടാനും കൽപ്പിക്കുകയുണ്ടായി. യഹൂദികൾ കോട്ടകളിലെ കവാടങ്ങളിലൂടെ അമ്പുകളും കല്ലുകളും മുസ്ലിങ്ങൾക്ക് നേരെ എയ്തുകൊണ്ടിരുന്നു. മരങ്ങൾ അവർക്ക് പ്രതിരോധം തീർക്കുന്ന രീതിയിലും ഒളിത്താവളമെന്ന രീതിയിലുമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഈ മരങ്ങൾ ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു. അതുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ലൈല മഅദനിയെയും അബ്ദുള്ള ബിൻ സലാമിനെയും പ്രസ്തുത മരങ്ങൾ കത്തിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. ഇതൊരു യുദ്ധനീക്കം എന്ന നിലയിലും പ്രതിരോധപരമായ ആവശ്യത്തിൻ്റെ പുറത്തുമായിരുന്നു, അല്ലാതെ തോട്ടങ്ങൾ കത്തി നശിപ്പിക്കാൻ വേണ്ടിയായിരുന്നില്ല. കാരണം ഇസ്ലാമിൽ ഫലവൃക്ഷങ്ങൾ മുറിക്കുന്നത് അനുവദനീയമായിരുന്നില്ല. തുടർന്ന് പറയുന്നു, അബൂ ലൈല മാസിന് അവരുടെ യഹൂദികളുടെ അജ്വ എന്ന ഇനം ഈന്തപ്പനകൾക്ക് തീയിടുകയുണ്ടായി. അബ്ദുള്ള ബിൻ സലാം അജ്വയെ കൂടാതെ മറ്റ് ഈന്തപ്പനകൾക്കും തീയിട്ടിരുന്നു. എന്നാൽ നിവേദനങ്ങളിൽ ഏറ്റവും മോശം ഇനം തരം താണ ഈന്തപ്പനകളെയാണ് ഈ അഗ്നിക്കിരയാക്കിയത് എന്ന് വന്നിരിക്കുന്നു. അതിൻ്റെ വിശദീകരണം പിന്നീട് പറയാം. ഏതായാലും ഈ നിവേദനത്തിൽ ഇങ്ങനെ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അതിപ്രകാരമാണ് ഹസ്രത്ത് അബൂ ലൈല പറഞ്ഞു, ഈ മരങ്ങൾ അവരുടെ വിലപിടിച്ച സമ്പത്താകുന്നു. ഇത് തീയിട്ടാൽ അവർക്ക് കൂടുതൽ ദുഃഖമുണ്ടാകുന്നതാണ്. അതായത് യഹൂദികൾ വളരെയധികം ദുഃഖിക്കുന്നതും പ്രയാസപ്പെടുന്നതുമാണ്.
കാരണം ഇത് അവരുടെ മൂലധനമാകുന്നു. ഹസരത് അബ്ദുല്ല ബിൻ സലാം പറഞ്ഞു, അള്ളാഹു അവരുടെ സമ്പത്തിനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് യുദ്ധം മുതലാക്കി മാറ്റുന്നതാണ്, സമരാർജിത സ്വത്താക്കുന്നതാണ്. അബ്ദുല്ല ബിൻ സലാമിൻ്റെ ഈ വാക്കുകളിൽ നിന്ന് നല്ല ഈന്തപ്പഴങ്ങൾ ഉണ്ടാക്കുന്ന അജ്വ ഈന്തപ്പനകൾ അല്ല മുറിച്ചത്, മറ്റ് മരങ്ങളായിരുന്നു അഗ്നിക്കിരയാക്കിയത് എന്ന് വ്യക്തമാകുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, അജ്വ ഇനം ഈന്തപ്പന ഏറ്റവും നല്ല സമ്പത്താകുന്നു, അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പ്രയോജനപ്പെടുന്നതാണ് എന്നാണ് പറയുന്നത്. യഹൂദി സ്ത്രീകൾ തങ്ങളുടെ ഈ മരങ്ങൾക്ക് തീയിടുന്നത് കണ്ടപ്പോൾ അവർ അലമുറ വിളിക്കുകയും വസ്ത്രങ്ങൾ വലിച്ചു കീറാനും മുഖത്ത് അടിക്കാനും തുടങ്ങുകയും ചെയ്തു, നിലവിളിക്കാൻ തുടങ്ങി. തുടർന്ന് യഹൂദികൾ ഉടൻ തന്നെ ഇങ്ങനെ ഒരു സന്ദേശം അയച്ചു: അല്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ വലിയ അന്തസ്സും ആഭിജാത്യവുമുള്ള ആളും കലാപങ്ങളെ പൂർണ്ണമായും വിരോധിക്കുന്ന വ്യക്തിയും കലാപങ്ങളെ ഒരു നിലക്കും ഇഷ്ടപ്പെടാത്ത വ്യക്തിയുമാകുന്നു. ഇപ്പോൾ താങ്കൾ തന്നെ ഇത് ചെയ്യുകയാണല്ലോ. എന്നാൽ പറഞ്ഞതുപോലെ വാസ്തവത്തിൽ ഈ മരങ്ങൾ അവർക്ക് ഒളിത്താവളമെന്ന നിലയിൽ പ്രതിരോധത്തിന് പ്രയോജനപ്പെടുകയായിരുന്നു. അതുകൊണ്ട് അവരുടെ ഈ പ്രതിരോധത്തെ ഇല്ലാതാക്കേണ്ടതും അനിവാര്യമായിരുന്നു. അതിലുള്ള ഒരു യുക്തി എന്തെന്നാൽ, കഴിവതും വേഗം ഈ ശക്തി ക്ഷയിപ്പിച്ചു കൊണ്ട് കൂടുതൽ കൊലകളും ഇല്ലാതാക്കേണ്ടിയിരുന്നു. അള്ളാഹുവിൻ്റെ പ്രത്യേക കൽപ്പന പ്രകാരമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മരങ്ങൾ കത്തിക്കാനുള്ള കൽപ്പന നൽകിയെന്നും മനസ്സിലാകുന്നുണ്ട്. യഹൂദികളുടെ ആക്ഷേപത്തിന് മറുപടി നൽകിക്കൊണ്ട് അള്ളാഹു ഇപ്രകാരം പറയുന്നു: മാ ഖതഅതും മിൻ ലീനത്തിൻ ഔ തറക്തുമൂഹ ഖായിമത്തൻ അലാ ഉസൂലിഹ ഫബിഇസ്നില്ലാഹ് വലിയുഖ്സിയൽ ഫാസിഖീൻ. നിങ്ങൾ ഈന്തപ്പന മുറിച്ച് കളയുകയോ അല്ലെങ്കിൽ അവയുടെ മുരടുകളിൽ അവയെ നിൽക്കാൻ വിടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാകുന്നു. അതിൻ്റെ ഉദ്ദേശം ധിക്കാരികളെ നിന്ദ്യരാക്കി തീർക്കുകയുമാകുന്നു. ചില നിവേദനങ്ങൾ വന്നിരിക്കുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപരോധം ചെയ്യുമ്പോൾ തന്നെ യഹൂദികൾക്ക് ഒരിക്കൽ കൂടി മാപ്പ് കൊടുക്കാനുള്ള സൂചന നൽകിക്കൊണ്ട് പുതിയ നിലയിൽ ഉടമ്പടി ചെയ്യാനുള്ള സന്നദ്ധത പ്രകടിപ്പിക്കുകയുണ്ടായി. അങ്ങനെ യഹൂദികളോട് പറഞ്ഞു: ഇന്നക്കുമുല്ലാഹി ലാ തഅമുനൂന ഇന്ദി ഇല്ലാ ബിഅഹദിൻ തുആഹിദൂനി അലൈഹി. നിങ്ങൾ പുതുതായി ഉടമ്പടി ചെയ്യാത്തിടത്തോളം എനിക്ക് നിങ്ങളിൽ യാതൊരു വിശ്വാസവുമില്ല. എന്നാൽ അവർ പുതിയ ഉടമ്പടിക്ക് തയ്യാറായില്ല. യഹൂദികൾ സമ്പത്തിന് ഏറ്റവും അധികം അത്യാഗ്രഹമുള്ളവരാണ്. അവരുടെ വിലപിടിപ്പുള്ള മരങ്ങൾ കത്തിച്ചപ്പോൾ അവർ ഉടനെ തന്നെ മുട്ടുമടക്കി പ്രസ്തുത നാട് വിട്ടു പോകാൻ തയ്യാറായി. ഹസരത് മിർസ ബഷീർ അഹമ്മദ് സാബ് ഇത് സംബന്ധിച്ച് ഇപ്രകാരം പറയുന്നു: ഞാനിവിടെ ആദ്യം ഉദ്ധരിച്ചത് ഒരു നബിചരിത്രത്തിൻ്റെ ഉദ്ധരണിയാണ്. ഇനി മിർസ ബഷീർ അഹമ്മദ് സാഹിബിൻ്റെ നബിചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം. അദ്ദേഹം എഴുതുന്നു: ദിവസങ്ങളോളം മുസ്ലിങ്ങൾ ഉപരോധം തുടരുകയുണ്ടായി, പക്ഷെ ഒരു ഫലവും ഉണ്ടായില്ല. ബനു നദീർ പതിവ് പോലെ എതിർക്കാൻ തന്നെ ശഠിച്ചു നിന്നു. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു നദീറിൻ്റെ കോട്ടയ്ക്ക് പുറത്തുള്ള ചില ഈന്തപ്പനകൾ മുറിക്കാൻ കൽപ്പന നൽകുകയുണ്ടായി. ഈ മുറിച്ചു മാറ്റിയ ഈന്തപ്പനകൾ ലീന എന്ന ഇനത്തിൽ ഉൾപ്പെട്ടവയായിരുന്നു. അത് വളരെ താഴ്ന്നക്കിടയിലുള്ള ഈന്തപ്പഴമായിരുന്നു. അത് പൊതുവിൽ മനുഷ്യന് തിന്നാൻ യോഗ്യമായിരുന്നില്ല. ഈ കൽപ്പനയുടെ ഉദ്ദേശം ഇതായിരുന്നു: പ്രസ്തുത മരങ്ങൾ മുറിക്കുന്നത് കാണുമ്പോൾ ബനു നദീർ കീഴടങ്ങി തങ്ങളുടെ കോട്ടയുടെ കവാടങ്ങൾ തുറക്കണമെന്നും അങ്ങനെ ഏതാനും മരങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം നിരവധി മനുഷ്യജീവനുകൾ പൊലിയുന്നതിന് തടസ്സമുണ്ടാക്കുമെന്നും ജീവനുകൾ നഷ്ടപ്പെടാതിരിക്കുമെന്നും നാട്ടിൽ അക്രമവും കലാപവും ഇല്ലാതാക്കണം എന്നതും കൂടിയായിരുന്നു. അങ്ങനെ ഈ ഉപായം പ്രയോജനപ്പെട്ടു. ഏതാനും മരങ്ങൾ വെട്ടിയപ്പോൾ തന്നെ മുസ്ലിങ്ങൾ തങ്ങളുടെ ഫലദായകമായ മുഴുവൻ മരങ്ങൾ വെട്ടാതിരിക്കട്ടെ എന്ന ചിന്തയിൽ വേവലാതിപ്പെടാൻ തുടങ്ങി. വാസ്തവത്തിൽ വിശുദ്ധ ഖുർആന്റെ വിശദീകരണത്തിൽ പറഞ്ഞതുപോലെ ഏതാനും മരങ്ങൾ, അതും ലീന ഇനത്തിലെ മരങ്ങൾ വെട്ടുന്നതിന് മാത്രമാണ് അനുമതി നൽകിയിരുന്നത്. മറ്റു മരങ്ങളെ സംരക്ഷിക്കാൻ കൽപ്പന നൽകുകയും ചെയ്തിരുന്നു. മാത്രമല്ല, സാധാരണഗതിയിൽ പോലും മുസ്ലിങ്ങൾക്ക് ശത്രുക്കളുടെ മരങ്ങൾ വെട്ടാൻ, ഫലദായക വൃക്ഷങ്ങൾ വെട്ടാൻ അനുമതി ഉണ്ടായിരുന്നില്ല. ഏതായാലും മേൽപ്പറഞ്ഞ ഉപായം പ്രയോജനപ്പെട്ടു. 15 ദിവസത്തെ ഉപരോധത്തിനു ശേഷം
ബനു നദീർ തങ്ങൾക്ക് സാധന സാമഗ്രികളുമായി പോകാൻ അനുമതി നൽകണമെന്ന നിബന്ധനയിൽ കോട്ടയുടെ കവാടങ്ങൾ തുറക്കുകയുണ്ടായി. ഈ നിബന്ധന നേരത്തെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അവർക്ക് മുന്നിൽ വെച്ചതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചിരുന്നത് സമാധാനം സ്ഥാപിക്കുകയായിരുന്നു. മാത്രമല്ല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങൾക്കുണ്ടാകുന്ന പ്രയാസത്തെയും ഈ യുദ്ധ നീക്കത്തിലുണ്ടായ ചെലവുകളെയും അവഗണിച്ചുകൊണ്ട് ബനു നദീറിന്റെ നിബന്ധനകൾ അംഗീകരിക്കുകയുണ്ടായി. ബനു നദീറിനെ സുരക്ഷിതമായി മദീനയിൽ നിന്നും പറഞ്ഞയക്കുന്നതിന് തൻ്റെ മേൽനോട്ടത്തിൽ സാഹചര്യമൊരുക്കാൻ ഹജറത്ത് മുഹമ്മദ് ബിൻ മസ്ലമയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഉന്നത നിലവാരത്തിലുള്ള ഈന്തപ്പനകൾ മുറിച്ചിരുന്നില്ല എന്ന് ഹജറത്ത് മിർസ ബഷീർ അഹമ്മദ് സാബ് എഴുതിയിരുന്നത് പോലെ ബുഖാരിയുടെ ഒരു വ്യാഖ്യാനത്തിലും വന്നിട്ടുണ്ട്. ഈ നിവേദനത്തിൻ്റെ വിശദീകരണത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു: അഗ്നിക്കിരയാക്കിയ ഈന്തപ്പനകൾ ഉന്നത നിലവാരത്തിൽ ഉള്ളവയല്ലായിരുന്നു എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. മറിച്ച് പൊതുവെ ജനങ്ങളുടെ ഭക്ഷണത്തിന് യോഗ്യമല്ലാത്ത മോശം ഗണത്തിൽപ്പെട്ട ഈന്തപ്പഴങ്ങളായിരുന്നു. അതും സീറത്ത് ഖാത്തുമ നബീനിൽ പറഞ്ഞതുപോലെ 6 വൃക്ഷങ്ങൾ മാത്രമാണ് അഗ്നിക്കിരയാക്കിയത്. യഹൂദികളുടെ നിസ്സഹായാവസ്ഥയും അവർ സ്വയം നാടുവിടാൻ അപേക്ഷിച്ചതിനെ സംബന്ധിച്ച വിശദാംശങ്ങൾ ഇപ്രകാരമാകുന്നു: ഈ ഗോത്രത്തിന്റെ വൃക്ഷങ്ങൾ കത്തിച്ചുകൊണ്ട് അവരെ കൂടുതൽ അങ്കലാപ്പിലാക്കുകയുണ്ടായി. അള്ളാഹു അവരുടെ ഹൃദയങ്ങൾ ഭയമുളവാക്കുകയും അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും അവർ ആയുധം താഴെവെക്കാൻ നിർബന്ധിതരാകുകയും ചെയ്തു. തങ്ങൾ മദീനയിൽ നിന്ന് പോകാൻ തയ്യാറാണെന്നും സമാധാനപൂർവ്വം നാടുവിടാൻ അനുവദിക്കണമെന്നും പറഞ്ഞ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സന്ദേശം അയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു: നിങ്ങൾ മദീന വിട്ടു പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവൻ സുരക്ഷിതമായിരിക്കും. ആയുധങ്ങൾ ഒഴികെ നിങ്ങളുടെ ഒട്ടകങ്ങളിൽ കൊണ്ടുപോകാൻ കഴിയുന്നത് അത്രയും സാധനങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്നതാണ്. ഇസ്ലാമിനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും മേൽ യുദ്ധത്തിൻ്റെയും നിഷ്ഠൂര ആക്രമണങ്ങളുടെയും യുദ്ധം മുതൽ സ്വരുക്കൂട്ടുന്നതിൻ്റെയും മറ്റും ആരോപണം ഉന്നയിക്കുന്നവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് യഹൂദികൾക്ക് മേൽ പൂർണ്ണമായ നിയന്ത്രണാധികാരം കൈവരിച്ചിരുന്നു എന്ന കാര്യം അവർ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല യഹൂദികളും തുടർച്ചയായി കരാർ ലംഘിക്കുകയും അവർ മദീന പ്രവിശ്യയുടെ ഭരണാധിപനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ പലതവണ നിന്ദാവഹമായ ഗൂഢാലോചനകളും പ്രയത്നങ്ങളും ചെയ്തവരുമായിരുന്നു. അതുകൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അവർ ഇപ്പോൾ ആയുധവുമേന്തി കൃത്യമായ കലാപം നടത്താൻ ഇറങ്ങിത്തിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ ഉപരോധത്തിനിടയിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുതുതായി ഉടമ്പടി ചെയ്യാനും രഞ്ജിപ്പിലെത്താനും ആവശ്യപ്പെടുകയും ചെയ്യുകയുണ്ടായി. എന്നാൽ അത് അവർ വളരെയേറെ അഹങ്കാരത്തോടെ നിഷേധിക്കുകയുണ്ടായി. ഇപ്പോൾ അവസാനം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കീഴ്പ്പെടുത്തിയപ്പോൾ അവർക്ക് ഏറ്റവും കഠിനമായ ശിക്ഷയായിരുന്നു നൽകേണ്ടിയിരുന്നത്. അത് അനുവദനീയമായിരുന്നു. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമാധാന തൽപരതയും രഞ്ജിപ്പും മനുഷ്യകുലത്തോടുള്ള കാരുണ്യത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും അത്ഭുതാവഹമായ പ്രതാപവും ഉന്നത സ്വഭാവവുമാണ് അവിടെ വെളിപ്പെട്ടത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് സമാധാനപൂർവ്വം പോകാനുള്ള അനുമതി നൽകുകയുണ്ടായി. കാരുണ്യത്തിൻ്റെ അവസ്ഥ നോക്കുക. ആയുധക്കോപ്പുകൾ ഒഴികെ സാധ്യമായ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന അത്രയും കൊണ്ടുപോകാനുള്ള അനുമതി നൽകി. തുടർന്നുള്ള വിശദീകരണത്തിൽ യഹൂദികൾ ഈ കാരുണ്യത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ വീടുകളുടെ വാതിലുകൾ പോലും ഇളക്കിയെടുത്ത് 600 ഒട്ടകങ്ങൾക്ക് മേൽ കയറ്റുകയുണ്ടായി. എന്നിട്ട് അവരുടെ സ്വതസിദ്ധമായ സ്വഭാവം അവർ വെളിപ്പെടുത്തിയത് കൂടെ കൊണ്ടുപോകാൻ കഴിയാത്ത സാധനങ്ങൾ പൂർണ്ണമായും അവർ നശിപ്പിക്കുകയാണ് ഉണ്ടായത്. മുസ്ലിങ്ങൾക്ക് ഉപകാരപ്പെടരുത് എന്ന് കരുതിക്കൊണ്ട് മാത്രം അവർ തങ്ങളുടെ വീടുകളുടെ മേൽക്കൂരകളും ചുമരുകളും പൊളിച്ച് തകർത്ത് തരിപ്പണമാക്കുകയുണ്ടായി. വീടുകളൊക്കെ തന്നെ തകർത്ത ശേഷമാണ് അവർ അവിടെ വിട്ടു പോയത്. ബനു നദീറിന്റെ നാടുകടത്തലിന് വെച്ച നിബന്ധനകളിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കാണാം. അതിലൊന്നാമത്തേത്, ബനു നദീറിലെ യഹൂദികൾ മദീനക്ക് പുറത്ത് എവിടേക്ക് വേണമെങ്കിലും പോകാൻ സ്വതന്ത്രരാണ്. ആദ്യത്തെ കാര്യം ഇതാണ്. ബനു നദീറുകാർക്ക് മദീനയെ വിട്ട് മദീന ഒഴിവാക്കി എവിടെ വേണമെങ്കിലും പോകാം. അവർക്ക് തങ്ങളുടെ ഇഷ്ടപ്രകാരം എങ്ങോട്ട് വേണമെങ്കിലും പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. മറ്റൊരു കാര്യം, യഹൂദികൾ മദീന വിട്ടു പോകുമ്പോൾ തികച്ചും നിരായുധരായിരിക്കണം. ആയുധക്കോപ്പുകൾ ഒഴികെ തങ്ങളുടെ ഒട്ടകങ്ങൾക്ക് മേൽ കൊണ്ടുപോകാൻ കഴിയുന്ന അത്രയും സാധന സാമഗ്രികൾ
അവർക്ക് കൊണ്ടുപോകാവുന്നതാണ്. 4. യഹൂദികൾ സാധ്യമായത്ര സമ്പത്ത് എടുത്തതിനു ശേഷം ബാക്കിയാകുന്ന അവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ മുസ്ലിങ്ങളുടെ അധീനതയിൽ വരുന്നതാണ്. നാടുകടത്തുന്നതിന് ഉണ്ടായിരുന്ന മേൽനോട്ടം, യഹൂദികളുടെ ഒഴികഴിവിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയവയുടെ വിശദീകരണത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു. ബനു നദീറിനെ മദീനയിൽ നിന്ന് നാടുകടത്താനുള്ള ഉത്തരവാദിത്വം ഹദ്രത്ത് മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹുവിനായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് യഹൂദികൾ മറ്റൊരു ഒഴികഴിവ് പറഞ്ഞു. ഒരുപാട് ആളുകൾ ഇവിടെ ഞങ്ങൾക്ക് കടം തരാനുള്ളതായിട്ടുണ്ട്. പ്രസ്തുത കടം നിശ്ചിത കാലത്തിന് ശേഷം അവർ തിരിച്ചു തരുന്നതാണ്. അതിനെന്താണ് പരിഹാരം? അതായത് അവർക്ക് മദീനയിൽ താമസിക്കാൻ കൂടുതൽ സമയം കിട്ടണമെന്നതായിരുന്നു അവരുടെ ആവശ്യവും അവരുടെ ഉദ്ദേശവും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അവർക്ക് പലിശ ഒഴിവാക്കി കൊടുത്ത് കടം ഉടനെ തന്നെ തിരികെ വാങ്ങിക്കൊള്ളുക. അതായത് നിങ്ങൾക്ക് കടം തിരികെ വാങ്ങാൻ പറ്റും, പലിശ ഒഴിവാക്കി ഇവിടെ നിന്നും എത്രയും പെട്ടെന്ന് പോകണം. അബു റാഫി സലാം ബിൻ അബി ഹക്കീഖ് ഹദരത്ത് ഉസൈദ് ബിൻ ഹുലൈറിൽ നിന്നും 120 ദീനാർ വാങ്ങാനുണ്ടായിരുന്നു, കടം കൊടുത്തതുണ്ടായിരുന്നു. അതിൽ അയാൾ 40 ദീനാർ പലിശ ഒഴിവാക്കി അതിൻ്റെ യഥാർത്ഥ മൂലധനമായ 80 ദീനാർ വാങ്ങുകയുണ്ടായി. ഇതേ രീതിയിൽ മറ്റു പലരും ചെയ്തിട്ടുണ്ടാകും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാട് വിട്ടു പോകുന്നതിനുള്ള നിബന്ധനകൾ പ്രഖ്യാപിച്ചപ്പോൾ അബു റാഫി സലാം ബിൻ അബി ഹുക്കൈഖ് ഹുയ് ബിൻ അഖ്തബിനോട് പറഞ്ഞു, നിനക്ക് നാശമുണ്ടാകട്ടെ. ഇപ്പോൾ ഉള്ളതിനേക്കാൾ മോശം സ്ഥിതി വരുന്നതിന് മുമ്പ് ഇസ്ലാം സ്വീകരിക്കൂ. ഹുയ് പറഞ്ഞു, ഇതിനേക്കാൾ മോശം അവസ്ഥ ഇനി എന്ത് വരാനാണ്? അബു റാഫി പറഞ്ഞു, നമ്മുടെ ഭാര്യ മക്കളെ ബന്ദികളാക്കുകയും നമ്മുടെ യോദ്ധാക്കളെ വധിക്കുകയും നമ്മുടെ സമ്പത്തുകൾ മുസ്ലിങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്യുന്നതാണ്. ഇന്ന് സമ്പത്ത് ഒഴിവാക്കി ജീവൻ രക്ഷിക്കാൻ എളുപ്പമാണ്. നമ്മൾ എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ അതിൻ്റെ പരിണിതി കൊലയും കൽത്തുറങ്കുമായിരിക്കും. ഹോയി 1-2 ദിവസം ഈ തീരുമാനത്തെ പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നു. യാമീൻ ബിൻ ഉമേറും അബു സയ്യിദ് ബിൻ വഹബും അയാളുടെ ഈ അസ്വസ്ഥത കണ്ടപ്പോൾ, ആശയക്കുഴപ്പം കണ്ടപ്പോൾ അവർ പരസ്പരം പറഞ്ഞു, തീർച്ചയായും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്നിരിക്കെ ഇനി എന്തിനാണ് കാത്തിരിക്കുന്നത്? നമുക്ക് മുസ്ലിങ്ങളാകാം. അങ്ങനെ നമ്മുടെ സമ്പത്തും ജീവനും സുരക്ഷിതമാകുകയും ചെയ്യും. അങ്ങനെ അവർ രണ്ടുപേരും രാത്രിയുടെ അന്ധകാരത്തിൽ തങ്ങളുടെ കോട്ടയിൽ നിന്നും പുറപ്പെട്ടു ഇസ്ലാമിക സൈന്യത്തിൻ്റെ അടുക്കലെത്തി. അവിടെ വെച്ച് അവർ ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ട് തങ്ങളുടെ ജീവനും സമ്പത്തും സുരക്ഷിതമാക്കുകയുണ്ടായി. ഇങ്ങനെ അവർ രണ്ടുപേരും സുരക്ഷിതരായി. യാമീൻ ബിൻ ഉമേർ പിന്നീട് വളരെ ആത്മാർത്ഥനായ സഹാബിയായി മാറി. വാസ്തവത്തിൽ ബനു നദീറിലെ യഹൂദി അമ്ർ ബിൻ ജഹാഷ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വധിക്കാൻ പാഴ്വേല നടത്തുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം രൂഢമൂലമായിട്ടുണ്ടായിരുന്നു. ഇസ്ലാം സ്വീകരിച്ച ഈ യാമിൻ ബിൻ ജഹാഷ് എന്ന നവമുസ്ലിം തന്നെയാണ് ഒരാൾ മുഖേന തൻ്റെ പിതൃ സഹോദരപുത്രനായ അമർ ബിൻ ജഹാഷിനെ കൊലപ്പെടുത്തിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയും സ്നേഹവും മനസ്സിലായപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം സന്തോഷം പ്രകടിപ്പിക്കുകയുണ്ടായി. ഇത് ഒരു ചരിത്ര പുസ്തകത്തിൽ നിന്നുള്ള ഉദ്ധരണിയാണ്. യഹൂദികളെ നാടുകടത്തിയതിനെ സംബന്ധിച്ച് എഴുതുന്നു. യഹൂദികൾ നാടുകടത്തപ്പെടുമ്പോൾ തങ്ങളുടെ ഒട്ടകങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും പുറമെ ഒട്ടകപ്പുറത്ത് ചുമക്കാൻ കഴിയുന്ന അത്ര സാധന സാമഗ്രികളൊക്കെ തന്നെ എടുത്തിരുന്നു. ആയുധങ്ങൾ മാത്രമാണ് ഒഴിവാക്കിയത്. അവരുടെ പക്കൽ മൊത്തം 600 ഒട്ടകങ്ങളുണ്ടായിരുന്നു. ഓരോരുത്തരും തങ്ങളുടെ വീടുകൾ പോലും പൊളിച്ചു അതിൻ്റെ മര ഉരുപ്പിടികൾ, അതായത് വാതിലുകൾ, ജനലുകൾ മുതലായവയും പൊളിച്ചെടുത്ത് ഒട്ടകത്തിന് പുറത്തേറ്റിയിരുന്നു. ഒരു നിവേദനത്തിൽ വന്നിരിക്കുന്നു, അവർ തങ്ങളുടെ വീടുകളുടെ തൂണുകളും മേൽക്കൂരയും പോലും പൊളിച്ചു കളയുകയുണ്ടായി. കവാടങ്ങളുടെയും വാതിലുകളുടെയും കട്ടിളപ്പടികളും പോലും അവർ അഴിച്ചെടുക്കുകയുണ്ടായി. അടുപ്പുകൾ പോലും ഇളക്കിക്കൊണ്ടുകയുണ്ടായി. മുസ്ലിങ്ങളോടുള്ള അസൂയയും രോഷവും കാരണം തങ്ങൾ പോയ ശേഷം മുസ്ലിങ്ങൾ അവിടെ താമസിക്കരുതെന്ന ലക്ഷ്യത്തോടെ തങ്ങളുടെ വീടുകളുടെ ചുമരുകൾ പോലും അവർ പൊളിക്കുകയുണ്ടായി. യഹൂദികൾ തങ്ങളുടെ കുട്ടികളെയും സ്ത്രീകളെയും യാത്രക്കുള്ള ഒട്ടകങ്ങളിൽ കയറ്റുകയും ബാക്കി സാധനങ്ങൾ
ഒട്ടകപ്പുറത്ത് കയറ്റുകയും ചെയ്യുന്നത് തങ്ങൾക്ക് നാട് വിടുന്നതിൽ യാതൊരു പ്രയാസമോ ലജ്ജയോ ഇല്ലെന്ന പ്രതീതിയിലായിരുന്നു. വാസ്തവത്തിൽ അവയുടെ നെഞ്ചകം അഗ്നിപർവ്വതം പോലെ ആയിട്ടുണ്ടായിരുന്നു. അവയുടെ ഉള്ളിൽ രോഷാഗ്നി ആളിക്കത്തുന്നുണ്ടായിരുന്നു. എന്നാൽ യാതൊരു പ്രശ്നവുമില്ലെന്ന ഭാവമാണ് അവർ നടിച്ചിരുന്നത്. തങ്ങൾ സന്തോഷപൂർവ്വമാണ് അവിടെ നിന്ന് പോകുന്നതെന്ന പ്രതീതി ജനങ്ങൾക്ക് മുന്നിൽ പ്രകടിപ്പിക്കാൻ അവർ ശ്രമിക്കുകയായിരുന്നു. ഇവർ ആദ്യം ബനു ഹാരിസ് ബിൻ ഖസ്റജിന്റെ പ്രദേശത്തു കൂടെ പോയി ജസർ എന്ന സ്ഥലം താണ്ടി മദീനയുടെ അങ്ങാടിയിലൂടെ കടന്നു പോവുകയുണ്ടായി. ജസറും മദീനയിലുള്ള ഒരു അങ്ങാടി തന്നെയാണ്. ഏതായാലും അവർ തങ്ങളുടെ സ്ത്രീകളെ അണിയിച്ചൊരുക്കി പല്ലക്കുകളിലിരുത്തി ഒട്ടകങ്ങൾ യാത്രയാക്കുകയും അതോടൊപ്പം പാട്ടും വാദ്യഘോഷങ്ങളും അവരുടെ നർത്തകിമാർ നൃത്യനിത്യങ്ങളിൽ വ്യാപൃതരുമായിരുന്നു. അവർ ആളുകൾ തങ്ങളുടെ സമ്പത്തും മുതലുകളും കണ്ട് അസൂയപ്പെടണമെന്ന ആഗ്രഹത്തിൽ അതെല്ലാം പ്രദർശിപ്പിക്കുകയായിരുന്നു. അബൂ റാഫി സ്വർണവും വെള്ളിയും നിറച്ച തുകൽ സഞ്ചി കൂടെ കൂടെ ഉയർത്തിക്കൊണ്ട് അത് കുലുക്കിക്കൊണ്ട് തങ്ങൾ ഇത്തരം അവസ്ഥകളെ നേരിടാനും വിജയം കൈവരിക്കാനും വേണ്ടി കരുതിയതാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അവർ പോകുന്ന അവസ്ഥ ഇങ്ങനെയായിരുന്നു. അതായത് ഗാനങ്ങൾ ആലപിക്കുകയും പുല്ലാങ്കുഴൽ മീട്ടുകയും വികാരങ്ങൾ വ്രണപ്പെടുത്തുന്ന ഇരടികൾ ചൊല്ലുകയും നൃത്തം വെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അല്പത്തരത്തെ അവഗണിക്കുകയാണ് ഉണ്ടായത്. അതെല്ലാം കണ്ടെങ്കിലും അതൊന്നും ശ്രദ്ധിച്ചില്ല. അവർക്ക് മറ്റേതെങ്കിലും സമൂഹമായിട്ടാണ് ഏറ്റുമുട്ടേണ്ടി വന്നിരുന്നതെങ്കിൽ അവർക്ക് ഇതിൻ്റെ ഫലമായി അവരുടെ ചെയ്തികൾ കാരണം നാണം മറക്കാനുള്ള ഉടുതുണി പോലും കിട്ടില്ലായിരുന്നു. ഒന്നും കൊണ്ടുപോകാനുള്ള അനുമതി കൊടുക്കാതെയുള്ള ശിക്ഷയായിരുന്നു അവർ അർഹിച്ചിരുന്നത്. അത് അവരുടെ രീതിയും അവരുടെ പെരുമാറ്റവും അവരുടെ പ്രവർത്തനങ്ങളും അവർക്ക് ഒന്നും കിട്ടാനുള്ള യോഗ്യത ബാക്കിയുണ്ടാക്കിയിരുന്നില്ല. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പൊറുമയും കരുണയുമാണ് അവരുടെ ചെയ്തികളെ അവഗണിക്കാൻ ഇടയാക്കിയത്. ബനു നദീറിൻ്റെ പുതിയ വാസസ്ഥലം എവിടെയായിരുന്നു എന്നതിനെക്കുറിച്ച് എഴുതുന്നു. ബനു നദീറിന് രാജ്യഭ്രഷ്ട് കൽപ്പിച്ചപ്പോൾ മുഴുവൻ അറേബ്യൻ ദ്വീപിൽ നിന്നും വിട്ടുപോകേണ്ട കാര്യമുണ്ടായിരുന്നില്ല. മദീനയിൽ നിന്ന് പോകുക മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ. മദീനയിൽ നിന്ന് മാത്രമാണ് അവരെ പുറത്താക്കിയിരുന്നത്. അതിനു പുറമെ എവിടെ വേണമെങ്കിലും അവർക്ക് താമസമാക്കാമായിരുന്നു, അധിവസിക്കാമായിരുന്നു. അങ്ങനെ അവരിൽ കുറച്ചു പേർ ഷ്യാമിലെ അസിരിയാത്ത് എന്ന സ്ഥലത്തേക്ക് പോയി. ഭൂരിപക്ഷം ആളുകളും ഖൈബറിലേക്കാണ് പോയത്. ഖൈബർ മദീനയിൽ നിന്ന് ഏകദേശം 96 മൈൽ ദൂരത്തെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ദ്വീപ് പോലുള്ള പ്രദേശം അറേബ്യയിൽ അഭയം തേടിയെത്തിയ യഹൂദികളുടെ വലിയൊരു കേന്ദ്രവുമായിരുന്നു. അവിടെ അവരുടെ ആയുധധാരികളായ 10,000 യുദ്ധഭടന്മാരുണ്ടായിരുന്നു. കൂടാതെ അവിടെ യഹൂദികളുടെ നിരവധി കോട്ടകളും ഉണ്ടായിരുന്നു. ഈ പ്രദേശം കാർഷികമായും സമ്പന്നമായിരുന്നു. അറേബ്യൻ ഉപദ്വീപിലെ എല്ലാ യഹൂദികളും ബനു നദീറിൻ്റെ നേതൃത്വം അംഗീകരിച്ചിട്ടുമുണ്ടായിരുന്നു. കാരണം അവർ തങ്ങളെ ഹസ്രത്ത് ഹാറൂൻ അലൈഹി ഇസ്ലാമിൻ്റെ സന്താന പരമ്പരയായി ആയിരുന്നു പറഞ്ഞിരുന്നത്. കൂടാതെ ബനു നദീർ സമ്പന്നരും വളരെ കൂർമ്മ ബുദ്ധിക്കുടമകളുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ ഖൈബറിലേക്ക് പോയപ്പോൾ അവിടെ യഹൂദികളുടെ ശക്തിയും ബലവും വർദ്ധിക്കുകയുണ്ടായി. അവരിൽ ബനു നദീറിലെ മൂപ്പന്മാരായ ഹുയ് ബിൻ അഖ്തബ്, സലാം ബിൻ അബി ഹുഖൈഖ്, കിനാന ബിൻ റബി മുതലായവർ ഉണ്ടായിരുന്നു. ഖൈബറിലെ യഹൂദികൾ യുദ്ധ നിപുണതയിൽ വ്യതിരിക്തരും മേൽക്കോയ്മയുള്ളവരുമായിരുന്നു. യുദ്ധസംബന്ധമായി ഖൈബറിലെ ആളുകൾ വലിയ നിപുണരായിരുന്നെങ്കിൽ ബനു നദീർ യഹൂദികൾ യുദ്ധത്തെ അപേക്ഷിച്ച് രാഷ്ട്രതന്ത്രപരമായ ഉൾക്കാഴ്ചയിൽ മുൻപന്തിയിലായിരുന്നു. രാഷ്ട്രതന്ത്രത്തിൽ ബനു നദീറുകാർ വളരെ സമർത്ഥരായിരുന്നു. ഖൈബറിൽ കാൽവെച്ചതും അതായത് ബനു നദീർ വളരെ എളുപ്പത്തിൽ തങ്ങളെ ഭരണ നേതൃത്വത്തിൽ പ്രതിഷ്ഠിക്കുകയുണ്ടായി. അതിൻ്റെ ഫലമായി ഖൈബർ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഒരു യുദ്ധ കേന്ദ്രമായി മാറുകയും ചെയ്തു. ബനു നദീറിലെ യഹൂദികളോടൊപ്പം അൻസാറിലെ വ്യക്തികളുടെ മക്കൾ പോകുന്നത് സംബന്ധമായും വിവരണത്തിൽ വന്നിട്ടുണ്ട്. ബനു നദീറിലെ കുറച്ച് ആളുകൾ ഷാമിലെ അസ്രിയാത്ത് എന്ന സ്ഥലത്തേക്കാണ് പോയത്. ഈ യഹൂദികളുടെ കൂട്ടത്തിൽ ചില അൻസാർ മുസ്ലിങ്ങളുടെ ആൺമക്കളും ഉണ്ടായിരുന്നു. അതിനുള്ള കാരണം ഏതെങ്കിലും അൻസാർ സ്ത്രീയുടെ ആൺമക്കൾ ജീവിച്ചിരിപ്പില്ലായിരുന്നെങ്കിൽ ആൺമക്കളില്ലാത്ത അവസ്ഥയിൽ ഇസ്ലാമിന് മുമ്പ് അവരിലുണ്ടായിരുന്ന സമ്പ്രദായം പ്രസ്തുത സ്ത്രീ തൻ്റെ മകൻ ജീവനോടെ അവശേഷിക്കുകയാണെങ്കിൽ അവനെ യഹൂദിയാക്കും എന്ന നേർച്ച നേരുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു.
അങ്ങനെ പല അൻസാറുകളുടെയും ആൺമക്കൾ യഹൂദികളായിട്ടുണ്ടായിരുന്നു. ബനു നദീറിലെ ആളുകളെ നാട് കടത്താൻ തുടങ്ങിയപ്പോൾ ഈ കുട്ടികളുടെ പിതാക്കന്മാർ തങ്ങളുടെ മക്കളെ അവരോടൊപ്പം വിടുകയില്ലെന്ന് പറയുകയുണ്ടായി. ആ സന്ദർഭത്തിൽ അള്ളാഹു അവരെ സംബന്ധിച്ച് ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൻ്റെ കാര്യത്തിൽ ബലപ്രയോഗമില്ല എന്ന് വഹി ഇറക്കിയതായി സീറത്തുൽ ഹാലബിയയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹസരത് മിർസ ബഷീർ അഹമ്മദ് സാബും ഇത് സംബന്ധമായി എഴുതുന്നു. ബനു നദീർ വലിയ പ്രൗഢിയോടെ തങ്ങളുടെ എല്ലാ സാധന സാമഗ്രികളും എത്രത്തോളം എന്നാൽ സ്വന്തം ഭവനങ്ങൾ സ്വകരങ്ങളാൽ പൊളിച്ചു മാറ്റി അതിൻ്റെ വാതിലുകളും കട്ടിളകളും ഉരുപ്പടികളും എല്ലാം പിഴുതെടുത്ത് കൂടെ കൊണ്ടുപോവുകയുണ്ടായി. എഴുതുന്നു, ഇവർ മദീനയിൽ നിന്ന് വലിയ ആഘോഷപൂർവ്വം ഘോഷയാത്രയായി പോകുന്നത് പോലെയാണ്, കല്യാണ പാർട്ടി പോകുന്നത് പോലെയാണ് പോയത്. അതേസമയം അവരുടെ യുദ്ധസാമഗ്രികളും സ്ഥാവര ജംഗമവസ്തുക്കൾ, അതായത് തോട്ടങ്ങളും മറ്റും മുസ്ലിങ്ങളുടെ കൈകളിലായി. ഈ സമ്പത്ത് പ്രത്യക്ഷത്തിൽ യാതൊരു യുദ്ധവും കൂടാതെ കിട്ടിയതായിരുന്നു. അതുകൊണ്ട് ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് അതിൻ്റെ വിതരണം പൂർണ്ണമായും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിലായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമ്പത്ത് അധികവും ദരിദ്രരായ മുഹാജിരീങ്ങൾക്കിടയിലാണ് വിതരണം ചെയ്തിരുന്നത്. അവരുടെ ഉപജീവനത്തിലുള്ള ഭാരം തുടക്കത്തിൽ ഉണ്ടാക്കിയ സാഹോദര്യ ഉടമ്പടിയുടെ മുആഖാത്തിൻ്റെ അടിസ്ഥാനത്തിൽ അൻസാറുകളുടെ സമ്പത്തിൽ തന്നെ തുടർന്നു വരികയായിരുന്നു. അങ്ങനെ നേരിട്ട് അൻസാറുകളും ഈ യുദ്ധം മുതലിൽ നിന്നും ഭാഗമാക്കുകയുണ്ടായി. സഹാബിയായ മുഹമ്മദ് ബിൻ മസ്ലമയുടെ മേൽനോട്ടത്തിൽ ബനു നദീർ മദീനയിൽ നിന്ന് യാത്ര പുറപ്പെട്ടപ്പോൾ ചില അൻസാറുകൾ ചിലരെ അവരോടൊപ്പം പോകുന്നതിൽ നിന്ന് തടയാൻ ആഗ്രഹിച്ചിരുന്നു. അവർ വാസ്തവത്തിൽ അൻസാറുകളുടെ മക്കളായിരുന്നു. പക്ഷെ അൻസാറുകൾ ചെയ്ത നേർച്ച കാരണം അവർ യഹൂദികളായിട്ടുണ്ടായിരുന്നു. ബനു നദീർ അവരെ കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അൻസാറുകളുടെ ആവശ്യം ഇസ്ലാമിക അധ്യാപനമായ ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലപ്രയോഗമില്ല എന്നതിന് നിരക്കാത്തതായതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങൾക്കെതിരിൽ യഹൂദികൾക്ക് അനുകൂലമായ വിധി പുറപ്പെടുവിക്കുകയുണ്ടായി. തുടർന്ന് പറഞ്ഞു, പോകാൻ ആഗ്രഹിക്കുന്ന ഒരു യഹൂദിയെ നമുക്ക് തടയാനാകുകയില്ല. അതേസമയം ബനു നദീറിലെ 2 ആളുകൾ സ്വന്തം ഇഷ്ടപ്രകാരം മുസ്ലിമായി മദീനയിൽ തന്നെ തങ്ങുകയുണ്ടായി. ഇതേപ്പറ്റി നേരത്തെ വിവരിച്ചു കഴിഞ്ഞതാണ്. ഒരു നിവേദനത്തിൽ വന്നിരിക്കുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു നദീറിനെ സംബന്ധിച്ച് അവർ ഷാമിലേക്ക് പോകണമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനം പറഞ്ഞിരുന്നു. അതായത് അറബിയിൽ തങ്ങരുത്. പക്ഷെ എന്നിട്ടും അവരിലെ ചില മൂപ്പന്മാർ, അതായത് സലാം ബിൻ അബിൽ ഹക്കൈഖ്, കിനാന ബിൻ റബി, ഹുയി ബിൻ അഖ്തബ് എന്നിവർ, അതുപോലെ തന്നെ കുറച്ച് സാധാരണക്കാരും ഹിജാസിന് വടക്കുള്ള യഹൂദികളുടെ കേൾവിപ്പെട്ട നാടായ ഖൈബറിൽ പോയി താമസമാക്കി. ഖൈബർ വാസികൾ അവരെ നല്ലപോലെ സ്വീകരിക്കുകയും ചെയ്തു. ഇവർ പിന്നീട് മുസ്ലിങ്ങൾക്കെതിരിൽ ഭയാനകമായ കലാപത്തിനും ശക്തമായ യുദ്ധത്തിനും കാരണമായി തീരുകയും ചെയ്യുകയുണ്ടായി. ബനു നദീറിൽ നിന്ന് ലഭിച്ച സമ്പത്ത് ഫൈമാൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അത് എങ്ങനെയാണ് വിതരണം ചെയ്തത് എന്നതിനെ പറ്റി എഴുതുന്നു. ബനി നദീർ ഗോത്രം പോയതിനു ശേഷം അവരുടെ ആയുധങ്ങളും തോട്ടങ്ങളും ഭൂമിയും വീടുകളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ നിയന്ത്രണത്തിൽ ഏറ്റെടുത്തു. ആയുധങ്ങളിൽ 50 പടത്തൊപ്പികളും 25 പടച്ചട്ടകളും 340 വാളുകളും ഉണ്ടായിരുന്നു. ഇത് മുസ്ലിങ്ങൾക്ക് കിട്ടിയ ആദ്യത്തെ ഫൈമാൽ ആയിരുന്നു. കാഫിര്യങ്ങളിൽ നിന്നും യുദ്ധം കൂടാതെ കിട്ടുന്ന സമ്പത്തിനാണ് ഫൈമാൽ എന്ന് പറയുന്നത്. അത് യുദ്ധമുതലുകൾ പോലെ 5-1 മാറ്റിവെക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. മറിച്ച് മുഴുവൻ സമ്പത്തും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധീനതയിൽ വരുന്നതായിരുന്നു. പിന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമന് തൻ്റെ ഇഷ്ടപ്രകാരം അത് ചെലവഴിക്കാനാകുമായിരുന്നു. ബനു നദീറുമായി യുദ്ധം ചെയ്യേണ്ട ആവശ്യം തന്നെ വന്നില്ല. മറിച്ച് അള്ളാഹു തൻ്റെ നബിയുടെ ആദരയുക്തമായ ഭയം അവരുടെ ഉള്ളിൽ ഉളവാക്കി വീരപ്രതാപം അവരുടെ മനസ്സിനെ കീഴ്പ്പെടുത്തുകയുണ്ടായി. അങ്ങനെ അള്ളാഹു തൻ്റെ റസൂലിനെ അവരുടെ സമ്പത്തിന് അവകാശിയാക്കുകയും ചെയ്തു. ഇത്തരം സമ്പത്തിനെ ഫേ എന്ന പേരിലാണ് വിളിക്കാറുള്ളത്. മുസ്ലിങ്ങൾ നന്മയുടെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിന് വേണ്ടി പ്രസ്തുത മുഴുവൻ സ്വത്തും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങൾക്ക് വീതിച്ച് നൽകുകയുണ്ടായി. ഇത് സംബന്ധിച്ച് അള്ളാഹു പറയുന്നു, വമാ ആഫാ അല്ലാഹു അലാ റസൂലിഹി മിൻഹും ഫമാ ഔജഫ്തും അലൈഹി മിൻ ഖൈലിൻ വല റികാബിൻ വലാകിന്നല്ലാഹ യുസല്ലിതു റുസുലഹു അലാ മൻ യശാഉ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ.
അള്ളാഹു അവരുടെ സമ്പത്തിൽ നിന്ന് തൻ്റെ ദൂതന് യുദ്ധം മുതൽ നൽകിയതിന് നിങ്ങൾ കുതിരകളെയോ ഒട്ടകങ്ങളെയോ ഓടിച്ചിട്ടില്ല, അതായത് യുദ്ധം ചെയ്തിട്ടില്ല. പക്ഷെ അള്ളാഹു തൻ്റെ ദൂതന്മാരെ താൻ ഉദ്ദേശിക്കുന്നവരുടെ മേൽ അധികാരികളാക്കുന്നു. അള്ളാഹു താൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യത്തിനും പൂർണ്ണമായും കഴിവുള്ളവനാകുന്നു. ഇവിടെ അൻസാറുകളുടെ ആശ്ചര്യാവഹമായ അസൂയാർഹമായ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും മാതൃകയും ഇവിടെ കാണാൻ സാധിക്കും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫൈ മാൽ വീതം വെക്കുമ്പോൾ ഹദരത്ത് സാബിത് ബിൻ ഖൈസ് ബിൻ ഷിമാസിനോട് പറഞ്ഞു, എനിക്ക് മുന്നിൽ നിങ്ങളുടെ ഗോത്രക്കാരെ മുഴുവനും കൊണ്ടുവരിക. അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഖസ്റജ് ആണോ? സല്ലല്ലാഹു അലൈഹി വസല്ലം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ അൻസാറുകളെയും വിളിക്കുക. അങ്ങനെ അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ ഔസ് ഖസ്റജ് ഗോത്രക്കാരെ വിളിച്ചു കൂട്ടി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ സ്തുതികീർത്തനത്തിന് ശേഷം അൻസാറുകൾ മുഹാജിരിങ്ങളോട് ചെയ്ത സൽപെരുമാറ്റത്തെ പറ്റി പരാമർശിച്ചുകൊണ്ട്, അതായത് അൻസാറുകൾ മുഹാജിരിങ്ങളോട് കാണിച്ച സൽപെരുമാറ്റത്തെ അനുസ്മരിച്ച ശേഷം അൻസാറുകളോട് പറഞ്ഞു, ബനു നദീറിൽ നിന്ന് ലഭ്യമായ ഫെയ് മാൽ നിങ്ങൾക്കും മുഹാജിരിങ്ങൾക്കും ഇടയിൽ വിതരണം ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ മുഹാജിരിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ തന്നെ കഴിയുകയും നിങ്ങളുടെ സമ്പത്തിൻ്റെ ഉടമസ്ഥരായി തുടരുന്നതുമാണ്. ഇനി നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഞാനിത് മുഹാജിരിങ്ങളിൽ വിതരണം ചെയ്യുകയാണെങ്കിൽ അവർ നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതാണ്. അതായത് പരസ്പരം ഭാഗിച്ചിട്ടുള്ള സ്വത്തുക്കളും അൻസാറിൽ നിന്നും മുഹാജിരിങ്ങൾ പ്രയോജനമെടുക്കുന്നതും അവസാനിക്കുന്നതായിരിക്കും. കാരണം അവർക്ക് സ്വന്തമായി സ്വത്ത് കൈവരുന്നതാണ്. അപ്പോൾ അത് സാദ് ബിൻ ഉബാദിയും അത് സാദ് ബിൻ മുആസും പറഞ്ഞു, ഞങ്ങളുടെ സമ്പത്ത് അവരുടെ പക്കലുള്ളത് അവർ തന്നെ വെച്ച് കൊള്ളട്ടെ. കൂടാതെ ബനു നദീറിൽ നിന്ന് കിട്ടിയ മുഴുവൻ സമ്പത്തും ഞങ്ങളുടെ മുഹാജിർ സഹോദരന്മാർക്ക് തന്നെ വിതരണം ചെയ്താലും ഞങ്ങൾ കൊടുത്തതും അവർ കൈവശം വെച്ച് കൊള്ളട്ടെ. മാത്രമല്ല ബനു നദീറിൽ നിന്ന് കിട്ടിയ ഫൈമാലും അവർക്ക് വിതരണം ചെയ്താലും. മുഹാജിരീൻ എല്ലാ ഭാഗത്തു നിന്നും റലീന വസല്ലംന യാ റസൂലല്ലാ, അതായത് അല്ലേ ദേവദൂതരെ, ഞങ്ങൾ അതിൽ സന്തുഷ്ടരും അത് അംഗീകരിക്കുന്നവരുമാണ് എന്ന് ശബ്ദം നാലു ഭാഗത്തു നിന്നും കേൾക്കുമാറായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ത്യാഗമനോഭാവം കണ്ടപ്പോൾ അതീവ സന്തുഷ്ടനെ കൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ അർഹമിൽ അൻസാറ വഅബ്നാൽ അൻസാർ, അള്ളാഹുവെ അൻസാറിനും അവരുടെ സന്തതികൾക്കും മേൽ നീ കരുണ ചൊരിയണമേ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂരിഭാഗം സമ്പത്തും മുഹാജിങ്ങൾക്കിടയിൽ തന്നെ വിതരണം ചെയ്യുകയുണ്ടായി. അൻസാറുകളിലെ ദരിദ്രരായ രണ്ട് സഹാബാക്കളായ ഹസ്രത്ത് സഹൽ ബിൻ ഹുനൈഫിനും ഹസ്രത്ത് അബൂ ദുജാനക്കും ഈ സമ്പത്തിൽ നിന്നും ഓഹരി നൽകുകയുണ്ടായി. ഇബ്നു ഉയൈന വിവരിക്കുന്നു, ഞാൻ സുഹരി ഇങ്ങനെ പറയുന്നതായി കേട്ടു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളിൽപ്പെട്ട ഹസ്രത്ത് സഹൽ ബിൻ ഹുനൈഫിനും ഹസ്രത്ത് അബൂ ദുജാനക്കും അല്ലാതെ മറ്റൊരു അൻസാറിനും ഒരു പങ്കും നൽകിയില്ല. കാരണം അവർ രണ്ടുപേരും അരിഷ്ടത ഉള്ളവരായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് നൽകിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് സാദ് ബിൻ മുആദിന് അബൂ ഹുക്കൈക്കിൻ്റെ വാൾ നൽകിയിട്ടുണ്ട്. ഈ വാളിന് വലിയ മഹത്വമുണ്ടായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കി വന്ന സമ്പത്ത് ദരിദ്രരായ ആളുകൾക്കിടയിൽ വിതരണം ചെയ്തു. കുറച്ച് തൻ്റെ, അതായത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ സഹധർമ്മിണിമാരുടെ ചെലവിലേക്ക് മാറ്റിവെച്ചു. ഒരു നിവേദനത്തിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു നദീറിൻ്റെ തോട്ടങ്ങളിൽ നിന്ന് ലഭിച്ച ധാന്യത്തിൽ നിന്ന് തൻ്റെ സഹധർമ്മിണിമാർക്കുള്ള ഒരു വർഷത്തേക്കുള്ള ചെലവ് നൽകുകയുണ്ടായി. അതായത് തൻ്റെ ഭാര്യമാർക്കുള്ള ചെലവ് നൽകുകയും ബാക്കി തുക ജിഹാദിനുള്ള തയ്യാറെടുപ്പിന് നൽകുകയും ചെയ്തു. ദരിദ്രർക്കും അശരണർക്കുമുള്ള സഹായം ഈ സമ്പത്തിൽ നിന്നാണ് ചെയ്തിരുന്നത്. ബനു നദീറിന് 7 തോട്ടങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ മേൽനോട്ടത്തിന് സ്വതന്ത്രനാക്കപ്പെട്ട അടിമയായ ഹദരത്ത് അബൂ റാഫീനെ നിയമിക്കുകയുണ്ടായി. അതായത് അദ്ദേഹമായിരുന്നു അവയുടെ മാനേജർ. ഈ തോട്ടങ്ങളുടെ പേര് ഇപ്രകാരമായിരുന്നു: മിസ്അബ്, സാഫിയ, ദലാൽ, ഹസ്ന, ബർക്ക, അവ്വാഫ്, മഷ്റബ്, ഉമ്മ് ഇബ്രാഹിം. ഏതായാലും ഇവിടെ ബനു നദീർ ഖസ്വ യുദ്ധം അവസാനിക്കുകയാണ്. ഇനി ഇൻഷാല്ല മറ്റ് ഖസവകളെക്കുറിച്ച്, യുദ്ധങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നതാണ്. പാകിസ്ഥാനിലെ അഹമ്മദികൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അവിടെയുള്ള അവസ്ഥകൾ നന്നാകാൻ വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹു അവിടെയുള്ള പൊതുവായ സമാധാനത്തിൻ്റെ അവസ്ഥയും നന്നാക്കുമാറാകട്ടെ, മെച്ചപ്പെടുത്തുമാറാകട്ടെ. അഹമ്മദികളെ തൻ്റെ സംരക്ഷണ വലയത്തിൽ വെക്കുമാറാകട്ടെ. ലോകത്ത് മുസ്ലിങ്ങളുടെ പൊതുവായ അവസ്ഥയ്ക്ക് വേണ്ടിയും ദുആ ചെയ്യുക. ഇവർക്കും കാലത്തിൻ്റെ ഇമാമിനെ അംഗീകരിച്ചുകൊണ്ട് തങ്ങളുടെ അന്തസ്സും ആഭിജാത്യവും വീണ്ടെടുക്കാൻ അവർക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ലോകത്ത് പൊതുവെ യുദ്ധസമാനമായ സാഹചര്യമാണ്
ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അക്കാര്യത്തിന് വേണ്ടി ദുആ ചെയ്യുക. ലോകം ഈ യുദ്ധം എന്തായാലും ഉണ്ടാകുമെന്ന നിലയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു എല്ലാ അഹമ്മദികളെയും എല്ലാ നിരപരാധികളെയും എല്ലാ ദ്രോഹത്തിൽ നിന്നും സംരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.